എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫിഷ് മോളിയുടെ റെസിപ്പി ആയിട്ടാണ്. ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നമ്മളിതിന് മുൻപ് ഒരു ഫിഷ് മോളി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടി ഒന്നുകൂടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് പൊതുവേ നമ്മളെടുക്കുന്നത് ആവോലി, കരിമീൻ, അതുപോലെ നെയ്മീൻ തുടങ്ങിയ മീനുകളാണ്. എങ്കിൽ ഫ്ലഷിന് കട്ടിയുള്ള മുള്ളില്ലാത്ത മീൻ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പൊമ്പാനോ അല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ പോംഫ്രറ്റ് എന്ന് പറഞ്ഞ മീനാണ്. അപ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളകൊന്ന് ക്രഷ് ചെയ്തതും പിന്നെ 1 ടീസ്പൂൺ വൈറ്റ് വിനീഗർ, നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരിയാണ്. 1/2 കിലോ മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കഷ്ണങ്ങളാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനെയും ഇത് ആഡ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം വളരെ കുറച്ച് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലോ ഇത് വേണമെങ്കിൽ എടുക്കാം. മീൻ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ക്രിസ്പി ആവണ്ട, എന്നാൽ ഒന്ന് വേവാവുകയും വേണം. അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ 2 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 2 ബേ ലീഫും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് നന്നായിട്ട് ചേർക്കണം. 2-3 എണ്ണം ഞാനിവിടെ എരിവുള്ളത് ചേർത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പിലയും പിന്നെ സവാള അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർക്കേണ്ടത്. നമ്മളിവിടെ വലിയൊരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1/2 കിലോ മീനിൻ്റെ അളവിലാണ് നമ്മളിത് കാണിക്കുന്നത്. കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗണൊന്നും ആകുന്നവരെ ഇത് വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റൂ ആയാലും ഫിഷ് മോളിക്കും ഒരുപാട് അങ്ങ് ബ്രൗണൊന്നും ആക്കി വഴറ്റേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത ചിക്കൻ സ്റ്റൂ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള പൊടികളൊന്നും ചേർക്കില്ല. നമ്മളിനി ഇതിലേക്കൊരു 2 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ടിന്നിലുള്ള തേങ്ങാപ്പാലോ ഫ്രഷ് ആയിട്ടുള്ളതോ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങാപ്പാലോട് ചേർത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അടച്ചു വെച്ച് ആ ഒരു തേങ്ങാപ്പാലിൽ കിടന്ന് ഈ മീൻ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. ചെറു തീയിലിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് നമ്മളിത് വേവിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി വട്ടത്തിലരിഞ്ഞിട്ട് ഒരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണയിൽ തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് മൊരിയിച്ചെടുത്തതാണ്. ഇങ്ങനെ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ ഒന്ന് വിതറിയിട്ടുണ്ടായിരുന്നു. വട്ടത്തിലരിഞ്ഞ് ചേർത്തിട്ട് ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്കൊരു 1 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒരു തുള്ളി പോലും ബാക്കി വെക്കില്ല, അത്ര ടേസ്റ്റാണ് ഇതിൻ്റെ ഗ്രേവിക്ക്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സോഫ്റ്റ് അപ്പത്തിൻ്റെ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ കമൻറ്റിൽ ക്രിസ്മസിൻ്റെ പ്ലേലിസ്റ്റ് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടു നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്